സനോജെ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചും പറഞ്ഞു, താലിബാനെ കുറിച്ച് പറഞ്ഞു, സെമിയെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി പറ. ഇന്നും പറയും, നാളെയും പറയും. എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിട്ടുണ്ട്? വെല്ലുവിളി പിന്നെ നിങ്ങൾ പറയാൻ പറ്റല്ലേ? ആര് പറഞ്ഞിട്ടില്ല? വെള്ളാപ്പള്ളിയുടെ എല്ലാ വർഗീയ നിലപാടുകളോടും ശക്തമായ നിലയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി വർഗീയത പറയുന്ന ആളാണെന്ന്, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണ് എന്ന് താങ്കൾ പറയും. ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കൂ. വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണെന്ന് ഡിവൈഎഫ്ഐ പറയും. വെള്ളാപ്പള്ളി വർഗീയത പ്രചരിപ്പിച്ചാൽ ആ വർഗീയ പ്രചരണം തെറ്റാണ് എന്ന് പറയാനുള്ള ഇച്ഛാശക്തിയും പ്രചരിപ്പിച്ചാൽ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനോ അല്ലയോ? നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിട്ട് സനോജെ, ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനോ അല്ലയോ എന്നാണ്. ഈ ചാനൽ ചർച്ച ഒരാൾ പങ്കെടുക്കുന്നു, ചോദ്യം അങ്ങോട്ടില്ല. ആ ചോദ്യം ചോദിക്കും, ചോദിക്കാതെ വിടില്ല. എന്റെ ചോദ്യം ഇതാണ്. വെള്ളാപ്പള്ളി BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ RSSുമായി ബന്ധിപ്പിച്ച വംശീയ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനോ അല്ലയോ? അത് ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും. അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പൊ ആര് പറഞ്ഞാലും എതിർക്കും എന്നൊക്കെ പറഞ്ഞു ഉള്ളതാണ്. വെള്ളാപ്പള്ളി SNDPയുടെ നേതാവാണ്. വർഗീയ പ്രചാരകനാണോ? ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു. വർഗീയ പ്രചാരകനാണോ? ഘടകവിരുദ്ധമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് CPIM എന്താണ് സനോജെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ നിലപാട് ഘടകവിരുദ്ധമായ നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ടോ? അതിന് ഘടകവിരുദ്ധമായ നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ടോ? അതിന് ചോദ്യം. അദ്ദേഹത്തോട് ശക്തമായ വിയോജിപ്പ് ആ കാര്യത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? മറുവശത്ത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് വർഗീയവാദി എന്ന് വിളിച്ചല്ലോ? ഏത് കാര്യത്തിലാണ്? ഏത് കാര്യത്തിൽ? ഞാൻ ചോദിക്കുന്ന വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനാണ് എന്ന് ഡിവൈഎഫ്ഐ കരുതുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണെന്ന് പറയുന്നു, UDF വർഗീയമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു RSS പക്ഷപാതിയായ വർഗീയ പ്രചാരകനായി മാറിയിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐ കരുതുന്നുണ്ടോ? വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതാണ്, അത് തള്ളിക്കളയണം. പറഞ്ഞോ ഇല്ലയോ? ഡിവൈഎഫ്ഐയുടെ ബോധ്യം എന്താണ്? എന്റെ ചോദ്യം വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടോ ഇല്ലയോ? ഡിവൈയുടെ ബോധ്യം എന്താ? ബോധ്യം അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരെടുത്തിട്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ഈ 3 ദിവസം മുന്നേ പ്രസ്താവന കൊടുത്തല്ലോ. ആര് പറഞ്ഞു? ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം. കൊടുത്ത പ്രസ്താവന എന്താണ്? നിങ്ങൾ കൊടുത്ത പ്രസ്താവനയിലെ വാചകങ്ങൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ വാക്കുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ മൂർച്ച കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? പ്രസ്താവനയാണ്. സനോജ, എല്ലാ വർഗീയവാദികൾക്കെതിരായിട്ടും ശക്തമായ നിലപാട് ഉന്നയിക്കും. അപ്പൊ ശക്തമായ നിലപാട്. അപ്പൊ വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞ അതേ യുക്തിയാണെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. വെള്ളാപ്പള്ളി അല്ല, നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, UDF വർഗീയവാദമാണ്. അങ്ങനെയാണെങ്കിൽ BJP രണ്ടും വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നു എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞായിട്ട് എനിക്ക് കൊടുക്കാം. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരായി ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരായി? നിങ്ങൾ കേരളത്തിലൊന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ടെങ്കിൽ എന്നല്ല, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറി, വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രചാരകനായി മാറി എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതായി എനിക്ക് താഴെ എഴുതി കാണിക്കാവുന്ന ചോദിക്കുന്നത്. ഞാൻ എന്ത് പറയണം? ഞാനല്ലേ പറയുന്നത്. ഞങ്ങൾക്ക് ആ കാര്യം സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് നിങ്ങൾക്ക് വായിക്കാൻ വേണം. നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ വായിക്കാൻ പറ്റും എന്താണ് ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്ന്. നേരത്തെ മലപ്പുറം കാര്യം സംബന്ധിച്ച് വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ല. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കും. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കേ.
വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വി എസ് പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, വി എസ് പറഞ്ഞിട്ടുണ്ട്, വി എസ് പറഞ്ഞിട്ടുണ്ട്, വി എസ് വെള്ളാപ്പള്ളിയുടെ നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ പേര് പോലും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പറയിപ്പിക്കുന്നത്